ഉച്ചയ്ക്ക് 12:10. ഞാൻ ഇവിടെ ചായ തിളപ്പിച്ച ക്ലാസ്സാണ് ഞാൻ കഴുകി വെച്ച് ഇവിടെ ചോറുണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴുകിക്കണത്. അവരൊരു ചെയ്യണ പണികളുടെ സാധനങ്ങൾ അവരൊരു തീർക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ടീമിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പിന്നെ പണിയെടുക്കുന്ന ആൾക്കാരിലുണ്ട്. ശരി, ഈ പരാതി ആ വെണ്ടയ്ക്കയുടെ പണികൾ അവർ ചെയ്യാൻ വേണ്ടി ചെയ്യാം. എന്റെ പാത്രം ഞാൻ തന്നെയാണ് കഴുകി വെക്കുന്നത്. ഞാനാണ് എന്റെ ഒരു കറി ഉണ്ടാക്കിയ പോലും കട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ. പിന്നെ നിങ്ങൾ എന്തിനാണ് നേരത്തെ ഒരാൾ വന്നപ്പോ നിങ്ങൾ ആവശ്യമാണ്. ഞാനാണ് ക്യാപ്റ്റൻ, ജിൻഡോ അല്ല ഇവിടുത്തെ ക്യാപ്റ്റൻ. സാധനങ്ങൾ അവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ടൈം തൊട്ട് വെണ്ടയ്ക്ക് അരിയുമ്പോഴത്തേക്കും അരി തെറിക്കാതെ ഞാൻ നോക്കാം. അരി തെറിക്കാതെ ഞാൻ നോക്കാം. സീരിയസ് നോക്കാം. ഉച്ചയ്ക്ക് 12:35. നമ്മള് ക്ലീൻ ചെയ്തിരുന്ന കിച്ചൺ കൗണ്ടറാ. ഇപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്തായിരുന്നോ? ചെയ്തോ? അപ്പം ഞാൻ ഇപ്പഴാ അടച്ചേട്ടോ. പുള്ളി ഇപ്പൊ ക്ലീൻ ചെയ്തായിരുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്താലും എന്തായാലും നമ്മുടെ പാത്രം പുള്ളി പറഞ്ഞൊരു കാര്യം ശരിയാണ്. പക്ഷെ ഇതിപ്പോ എന്താന്നും കൂടെ അതായത് ഇപ്പൊ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ശരിയാണ്. അതായത് നമ്മൾ ഈ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെക്കുന്നതും മറച്ചു വെക്കുന്നതും വ്യത്യാസമുണ്ട്. പുള്ളി പറഞ്ഞത് നീ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും എടുത്ത് വെച്ചെന്ന ആ സമയത്ത് അവിടെ പൊടികളോ വെള്ളമോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വീഴില്ല എന്നുള്ള കൺസേൺ കൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഫുൾ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും നീ ഇതെടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചത്. പുള്ളിയുടെ ഈ ന്യായമില്ലാത്ത ഞാൻ അടപ്പൊടുത്തിട്ട് കൊണ്ടുപോയി കഴുകൊണ്ട് വരാൻ പറഞ്ഞു. ക്ലീൻ ആയിരുന്നപ്പോഴാണ് ഞാൻ വെച്ചത്. പിന്നെ കിച്ചൺ കൗണ്ടറിൽ കൊണ്ടുവന്ന് കക്കൂസ് നോക്കുന്ന ചൂല് വെച്ചതുപോലെ അടപ്പ് വെച്ചിട്ടില്ല. അപ്പൊ ഗബ്രി ചോദിച്ചൊരു സാധനം ഞാൻ ചോദിക്കാണ്, ചപ്പാത്തി പരത്തുന്നത് എവിടാ? അവിടെ അല്ലേ പരത്തുന്നേ? കഴിഞ്ഞ എടാ അത് വെക്കണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പൊ ആശിക്ക് കൊണ്ട് വീണ്ടും വെക്കുകയല്ല ചെയ്യണേ. ഞാൻ വെക്കാറില്ല. ശ്രീദേവി ചേച്ചി, നന്ദന ദിവ്യശക്തി, നന്ദന ദേവി. ഇനിവൾ നന്ദനയല്ല, നന്ദന ദേവി. തളർന്നു കിടന്ന ഒരാളെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ദേവി. ദൈവത്തിന്റെ കൈകൾ. ഉച്ചയ്ക്ക് 1:15. രണഭൂമി. എല്ലാവരിലും ഒരു പോരാളിയുണ്ട്. ശത്രുക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുമ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു പോരാളി. പോർക്കളത്തിൽ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി ശത്രുവിന് നേരെ പടയൊരുക്കം നടത്തുന്ന പോരാളി. ഇതാ ഇന്ന് ഈ ബിഗ് ബോസ് വീട് ഒരു യുദ്ധക്കളമാകാൻ പോകുന്നു. ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ സ്വന്തം സാമ്രാജ്യം തകരാതിരിക്കാനും ശത്രു സൈന്യത്തെ ഇല്ലാതാക്കാനും ബുദ്ധിപൂർവം കരുക്കൾ നീക്കുക. തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ഈ യുദ്ധത്തിൽ ആരെ കീഴ്പ്പെടുത്തും, ആരാകും വിജയക്കൊടി പാറിക്കുക. ബാക്കി യുദ്ധക്കളത്തിൽ. ഇത് ടാസ്കിലെ യുദ്ധമാണ്, യഥാർത്ഥ യുദ്ധമല്ല. പറഞ്ഞു എന്ന് മാത്രം. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിയമങ്ങൾ. ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിനും ചാക്കുകൾ കൊണ്ട് തയ്യാറാക്കിയ ബാരക്കുകളും തോക്കുകളും ഷീൽഡുകളും കളർ ബോംബുകളും വെച്ചിട്ടുണ്ടാവും. അറിയിപ്പ് ലഭിക്കുമ്പോൾ ഓരോ ടീമിന്റെ പേരെഴുതിയ ബോംബ് പെട്ടികൾ എടുത്ത് ബാരക്കുകൾക്കുള്ളിൽ നിൽക്കണം. ബാരക്കുകൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന തോക്ക്, ഷീൽഡ് എന്നിവ പിടിച്ച് നിൽക്കാൻ ടീം അംഗങ്ങൾ ശ്രദ്ധിക്കുക. ബസർ അടിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ ശത്രുക്കളെ ശാരീരികമായിട്ട് പരാജയപ്പെടുത്തുന്നത് പോലെ തന്നെ അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി മാനസികമായി പ്രകോപിപ്പിക്കാനും തളർത്താവുന്നതുമാണ്. ഇതിനായി ശക്തവും അനുയോജ്യമായിട്ടുള്ള വിഷയങ്ങളും വാക്കുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാർ വാണിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ അവരവരുടെ ബാരക്കുകൾക്കുള്ളിൽ നിന്ന് എതിർ ടീമുകളുടെ ബാരക്കുകളിലേക്ക് കളർ ബോംബുകൾ എറിയുക. ഇത്തരത്തിൽ എറിയുന്ന ബോംബുകൾ നൽകിയിരിക്കുന്ന ഷീൽഡ് ഉപയോഗിച്ച് ബാരക്കിനുള്ളിൽ നിന്നുകൊണ്ട് ഉള്ളിൽ വീഴാതെ
തടയാവുന്നതാണ്. പിന്നീട് ബസർ മുഴങ്ങുമ്പോൾ ഏത് ടീമിലാണോ ഏറ്റവും കൂടുതൽ ബോംബുകൾ വീണത് ആ ടീം മത്സരത്തിൽ നിന്ന് പുറത്താവും. ഇത്തരത്തിൽ പല റൗണ്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അവസാന റൗണ്ടിൽ ഏറ്റവും കുറവ് ബോംബുകൾ സ്വന്തം ബാരക്കിൽ വീണ ടീം ഈ മത്സരത്തിൽ വിജയിക്കും. ഓരോ റൗണ്ടുകളിലും ഓരോ ടീമിന്റെ ബാരക്കിലും എത്ര ബോംബുകൾ വീണു എന്ന് പരിശോധിക്കേണ്ടത് ബാക്കിയുള്ള ടീമിലെ പ്രതിനിധികളും രതീഷും ചേർന്നാണ്. വാർ വാർണിംഗ് സൗണ്ട് മുഴങ്ങുമ്പോൾ മാത്രമേ ബോംബ് എറിയാൻ പാടുള്ളൂ. ഓർക്കുക, ബോംബുകൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായിട്ടേ ബോംബുകൾ ഉണ്ടാകൂ. അതിനാൽ ഓരോ ടീമിനും ലഭ്യമായിട്ടുള്ള ബോംബുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിലെ ധീര ജവാന് ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ടീം 10, നിങ്ങളുടെ സേനയുടെ തലവൻ ആരാണ്? പവർ ടീമിന്റെ സേനാധിപൻ ആരാണ്? ടീം ടണൽ ആരാണ് തലവൻ? ഋഷി. ടീം നെസ്റ്റ്, നിങ്ങളുടെ സേനാധിപൻ ആരാണ്? അർജുൻ. ഉച്ചയ്ക്ക് 1:25. അവര് കയറി വരാനും പാടില്ല, ഇവരടിയിൽ പോവുകയും വേണം. സംഗതി മനസ്സിലായില്ല. എന്നാലാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ആ സെറ്റപ്പ് ഒന്ന് കാണട്ടെ. നമുക്ക് മനസ്സിലായി പറഞ്ഞത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരടി കയറി വരികയും ചെയ്യണം, അവരടി പോവുകയും വേണം. നമുക്ക് രണ്ടാക്കുവാണ് ആവശ്യം. അല്ല നന്ദു, അവർക്ക് നമ്മളോട് ഓക്കെയാണ്, നിങ്ങളോട് കൂടാൻ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലായി പറഞ്ഞത്. ഇവർക്ക് ഓക്കെയാണ് കൂടാൻ. നമ്മൾ അതേ ഡെന്നിൽ ടണലിൽ വീഴണം. ടണലിൽ വീഴണം. അതുവരെ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. തുടക്കത്തിൽ ഡിഫെൻഡ് ആണ്. എനിക്ക് കുറച്ച് നല്ല ഉന്നുണ്ട്. കറക്റ്റ് എയിം ചെയ്തൊക്കെ വീട് മാക്സിമം നോക്കാം. ഇവന് പവർ ഉണ്ട്. ഉച്ചയ്ക്ക് 2:10. സാവധാൻ സാവധാൻ വിശ്രാം വിശ്രാം സാവധാൻ സാവധാൻ വിശ്രാം വിശ്രാം ആगे मत लेफ्ट राइट लेफ्ट राइट Inside the barricade. Parade सावधान parade विश्राम parade सावधान सामने से चल बाज चल left right left right Parade Southern. Parade Vistap. സാവധാനത്തിലായിട്ടേ Left, right, left, left, right, left, left, right, left, left, right, left, left, right, left.